അപ്പൊ ദിവസങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പൊ ഞാൻ എണിച്ചിട്ടുണ്ട്, അമ്മ എണിച്ചിട്ടില്ല. അമ്മേനെ ഇനി പോയി വിളിക്കണം. ഏട്ടാ അവിടെ നല്ല സുഖമായിട്ടുള്ള കിടന്നു ഉറങ്ങാട്ടോ. പിന്നെ ബാക്കി ഇന്നത്തെ ദിവസം ഫുള്ളും കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എന്താ എനിക്ക് പല്ലേക്ക് കേട്ടോ. അപ്പൊ ആ നേരത്തെ ഞാൻ പല്ലേക്കാൻ സൗണ്ടൊക്കെ കേട്ടിട്ട് അമ്മ എണിച്ചിട്ടാ. ഇവിടെ ഒരു ആ പറയുന്ന ആളിതൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. ഞാൻ പല്ലേക്കണത് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നേരത്തെ ഒക്കെ ഉറക്കമായിരിക്കും. ഒരു ദിവസം പോലെ എൻ്റെ ഒപ്പം കറക്റ്റ് ടൈമിൽ എണിച്ചിട്ടില്ല. എണിച്ചിണ്ടാ പിന്നെ ഞാൻ പോയി വിളിക്കണം, എന്നാലാണ് എണിച്ചുള്ളൂ. പിന്നെ ഞാൻ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയി പീറോ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നോക്കിക്കണ്ടിട്ടാ. അത് കഴിഞ്ഞിതാ അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി മുട്ടക്കറിക്കുള്ള സബോളൊക്കെ അരിയട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ പണികളാണ്. ഞാൻ മിക്ക ദിവസവും കറിക്കുള്ളതൊക്കെ അരിഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്ത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാനിട്ടാ. എൻ്റെ ഈ സൗണ്ട് വല്ലതൊക്കെ ഉണ്ടാക്കണേ ഇതൊന്നും കാണാറില്ലേ, അതാണ് വല്ലേ. വർക്കൊക്കെ ഉള്ളപ്പോൾ നേരത്തെ എണിച്ച് പോവും. അപ്പോഴും പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ ചെയ്യണ പരിപാടിയൊന്നും കാണാറില്ല. വർക്കിന് പോണേൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എനിക്കാറുള്ള നേരത്തെ ഇരിക്കുന്ന എൻ്റെ ഭർത്താവിന് പറ്റണ കാര്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും വിളിക്കാറില്ല. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഫുഡായതിന് ശേഷം ഞാൻ മേളിൽ പോകണം. ഞാൻ മേളിൽ പോയി വിളിക്കണം, എന്നാലേ എനിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ നാളികേരം ചെരുകാൻ പോയി. അതൊക്കെ എൻ്റെ പണി തന്നെയാണ്. ഞാൻ തന്നെയാണ് നാളികേരമൊക്കെ ചെരുകാറ്. ഞാൻ നന്നായി പഠിച്ചപ്പോൾ നാളികേരമൊക്കെ ചെരുകാറ്. സൗണ്ട് ഉണ്ട്, പക്ഷെ ആ സൗണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നു കറിക്ക് ഉണ്ടാക്കാനുള്ളത് ചെയ്യാട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ ചെയ്യും. മസാല ഒക്കെ അമ്മ ഇടും, വാട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യും. കടലക്കറിക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടേ. ഏട്ടൻ പിന്നെ കഴിക്കുമ്പോൾ മാത്രമാണ് എന്താ ഫുഡ് എന്ന് അറിയുക അല്ലേ. കടലക്കറി അമ്മ അവിടെ അപ്പുറത്ത് പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞാനിവിടെ കടലക്കറിക്കുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ ഭയങ്കര സംസാരമായിരിക്കും. എന്തൊക്കെയാ പറയാൻ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളൊരു മിനിറ്റ് മിണ്ടാണ്ടിരിക്കില്ല കേട്ടോ പണിയെടുക്കുമ്പോൾ. ഇങ്ങനെ ഞാനമ്മ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഹലോ ഏട്ടോയ്, എനിക്കുണ്ടാ ഇല്ലെന്നാ എന്തത് ഇന്നലെ നേരത്തെ ഇടുന്ന് ഉറങ്ങിയതാണല്ലോ. ഫുഡൊന്നും കഴിക്കണ്ട്, എന്നിട്ട് പൊറക്കം മതിയില്ലേ? എന്തത് നോക്കിയേ, ഇന്നലെ എപ്പോഴാ കിടന്നുറങ്ങി അപ്പൊ തന്നെ എനിക്കണല്ലോ. ആ സമയം തന്നെയായി. ആ തീയതിയും ഇത് നോക്കട്ടെ, നോക്കാം തിരി നോക്കട്ടെ. വിളിച്ചാലേ എന്ത് ഭംഗിയുള്ള മുഖ, വീഡിയോയില് എന്ത് ഭംഗിയുള്ള മുഖം വരണേ. നല്ല ഭംഗിന്റെ ഏട്ടാണ്. എനിക്കാ സമയം പറയൂല. വാ, സമയം പറയും പിന്നെ കിടന്നുറങ്ങും. എന്തോ എന്നൊക്കെ നല്ല കോലല്ലേ എന്തൊരു കാലത്. ഞാൻ ഇട്ടു വായിക്കട്ടെ എന്തിനാ എന്റെ ഫാൻസ്? ഞാൻ പോരാ, ഞാൻ പോരാ. ഫാൻസ് എന്തിനാ? തുറന്നിട്, എന്നിട്ട് ചാമ്പയ്ക്ക നോക്കിക്കോട്ടെ സ്റ്റെപ്പിറങ്ങുമ്പോ. നടക്ക്, ഫുഡ് കഴിക്കണ്ടേ, പല്ലേക്കണ്ടേ, നടക്ക്. അയ്യോ, ഗീറൊക്കെ പുറത്തുണ്ടോ? ഹീറോ ഇവിടെ ഡെയിലില്ലേ? വെറുതെ ഞാൻ 4 ദിവസം എടുത്തല്ലേ, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഡോക്ടറൊക്കെ അടുത്ത് പോകാണ്ടായിരുന്നു. അങ്ങനെ അത് പോയ കാരണം ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നപ്പോ പിന്നെ വീഡിയോ എടുക്കാതെ
ഉഷാറുണ്ടായിരുന്നില്ല, എനിക്ക് ക്ഷീണം. ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയിക്കുന്നു. ഹീറോ പല്ലേക്കൊക്കെ ഉണ്ടാ കുത്തുണ്ട് തല. എന്ത് ഇതാണ് യഥാർത്ഥ കാലം. അയ്യോ ഭ്രാന്തന്റെ ചെയ്ത് നമുക്ക് മുടി ഫുൾ വെട്ടി കളഞ്ഞാലോ? നോ, ഞാൻ മുടി വളർത്താൻ പോവാ. മുട്ടടിക്കാം. നല്ല രീതിയിൽ മുടി വളർത്തി ഇത്രയായി. എന്തായിട്ടാ ഞാൻ വെറുതെ പറഞ്ഞത് വേട്ട സംഭവിക്കൂല. താടി കളഞ്ഞിട്ട് മുടി മാത്രമായിട്ട് തീറ്റായാലോ? അതൊക്കെ എന്നിട്ട് ഒരു ഉണ്ട പൊന്തേക്ക പോയി പല്ലേക്ക് പൂക്കിയാവാം. പല്ലേക്ക് കേട്ടാ. ഏട്ടന് പുറത്ത് കിടന്ന് വല്ലേ ചില സമാധാനം കിട്ടണം അല്ലേ? കാലത്തെ കിളിയുള്ള സൗണ്ടും എന്താ എന്താ എന്നിട്ട് പറഞ്ഞ് കിളികളൊക്കെ പോയി. അത് ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് കിടന്നു അങ്ങനെ ഉറങ്ങിയതാട്ടാ. പിന്നെ ഇല്ല, ഞാൻ നേരത്തെ എണിച്ചിട്ടുണ്ട്. ഞാന് 7:30 ആകുമ്പോ എണിച്ചിട്ടുണ്ട്. ഏട്ടൻ ഞാൻ വിളിക്കാണ്ടാണ് ഇന്നലെ വർക്ക് കഴിഞ്ഞ് 7:30 ആകുമ്പോ പിന്നെ ആരോ വ്ളോഗൊക്കെ എടുത്തത്. ഏട്ടൻ പിന്നെ വർക്ക് കഴിഞ്ഞ ക്ഷീണത്തിലല്ലേ വെച്ചിട്ട് ഞാൻ ഉറങ്ങിക്കോട്ടെ വെച്ചാ. ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്ന് ഫുഡൊന്നും കഴിക്കാണ്ട് അപ്പൊ തന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങി. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പൊ പുട്ടും കടലയും ചായയൊക്കെയാണ്. അപ്പൊ ഞാൻ ഏട്ടന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്ക ദിവസം ഏട്ടനാണ് എനിക്ക് വിളമ്പി തരാറല്ലേ. ഇന്ന് ഞാൻ ഇട്ട് കൊടുത്തു. ആ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തൊന്നല്ല കേട്ടോ, പ്ലേറ്റിലില്ലാണ്ടായി ഇട്ട് കൊടുത്തതാണ്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തൊന്നല്ല, ഞങ്ങൾ വിചാരിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ അച്ഛനൊക്കെ വിളിച്ച് അമ്മ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് തോന്നണു അല്ലേ? ഇല്ലേ, അച്ഛനൊക്കെ വിളിച്ച് അമ്മ സംസാരിക്കാണ് കേട്ടാ. കേറുള്ളതാ. കഴിച്ച മാത്രം കേടാറുണ്ട്, അല്ലാതെ മാത്രം എല്ലാം കഴിയും. അല്ലാതെ ഞാൻ വന്നതിനെ വെച്ചിട്ട് കഴിച്ചില്ല. അമ്മോട് വയ്ക്ക സത്യം. എന്തിട്ടാണ് ഏട്ടൊക്കെ പാത്രം കഴുകാറുള്ളത്? കുഞ്ഞപാത്രം കഴുകാറുണ്ട്. ഏട്ടയുടെ പാത്രം കഴുകാറുണ്ടത് ഞാനാ കഴുകാറുണ്ട്. എന്റെ ദൈവമേ, എന്തമ്മേ പാത്രം കഴുകുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് 10 പണിയാണ്. അന്നേരം പാത്രം കഴുകാൻ വേണം. ഒരു മണി സമാധാനായിട്ടാ. ഞാൻ കഴിച്ച പാത്രം പിന്നെ ഞാൻ വന്ന സമയത്തൊന്നും കഴുകാണ്ടായത്. കഴിച്ച പാത്രം കഴുകട്ടാ, അത് അത് കഴിക്കാറുണ്ട്. തിന്ന പാത്രം കഴിക്കും, അത് ശരിയാണ്. അല്ലാത്തതൊന്നും കഴിക്കരുത്. അതൊന്നും പ്ലേറ്റ് കഴിക്കാറുണ്ട്. അന്നേരം ഞാനെല്ലാം കഴുകാൻ പോണി തുടങ്ങി. ആ പാക്കറ്റ് ചപ്പാത്തി ചുട്ടു. പിന്നെന്താ ചെയ്യാ? പിന്നെ എന്തിട്ട് ഫസ്റ്റ് തേച്ചായാലും പക്ഷെ നന്നായിക്കാറില്ല കേട്ടോ. അല്ലേ? അല്ലാതെ ചില്ലറ പണികൾ ചെയ്താൽ ഇരട്ടിപ്പണികൾ വരുന്നതാണ് ഇവിടത്തെ. അതല്ല, ഇവിടെ ഒരാള് പണിയെടുക്കാൻ തന്നെ സത്യം ഞാൻ പറഞ്ഞത്. ഒരു പണി ചെയ്ത് നന്നായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളത് മേടിച്ചിട്ടല്ലേ? അതല്ല സത്യം. എന്നോട് എന്താ തുറന്നു പറഞ്ഞ സത്യാണിത്. ഞാനൊരു പണി എടുത്ത് കഴിഞ്ഞാൽ നന്നായി കഴിഞ്ഞു പിന്നെ ഏട്ടനോട് എന്നാ പണിയല്ല ജീവിപ്പിക്കുന്നത് വെച്ചിട്ടാണ്. അല്ല ഗൈസ്, അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയില്ല, പറയാറില്ല. അയ്യോ ചൂട് ഒരു രക്ഷയില്ല. എന്റെ കൂടെ ഇത്ര ചൂടുണ്ടാവും ഞാൻ ചൂടിന്റെ
ഇന്ന് കാലത്ത് ഉണ്ടായല്ലേ കൊറേ റെഡ് മാർക്ക് പോയാ? ചൊറിഞ്ഞിട്ട് യെസ്. ഹൃദയത്തിൻ നിറമാ. പുറത്തു വേണ്ട അടിച്ചത് കഴിഞ്ഞ് അടിച്ചേരി കഴിഞ്ഞിട്ട് പോവാന്നല്ലേ? കുളിക്കാം. കുളിക്കണം. യെസ്, കുളിച്ചിട്ട് പോവാം. ഞാൻ ഡെയിലി കുളിക്കണേനാ. കുഞ്ഞിനാ മടി കുളിക്കാൻ. അയ്യോ ആർക്കും മടി കുളിക്കാൻ. ഇപ്പൊ ആർക്കും മടി ഇപ്പൊ പറയാ കുഞ്ഞ് കുഞ്ഞ് കാണുന്നില്ല. ഒരാളിന് 10 മണിക്ക് കുളിക്കാൻ കയറ്റുന്നെങ്കിലേ അങ്ങനെ ഞാൻ അടിച്ചു വരാട്ടോ. ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ മുറി കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ അടിച്ചു വരാനാട്ടോ വരിക. പിന്നെ അടിച്ചവെല്ലാം തുടക്കല് ഞാൻ തന്നെ ചെയ്യാറ്. പക്ഷെ ഇന്നലെ ഞാൻ അങ്ങനെ തുടച്ചില്ല. ഇന്നലെ നമുക്ക് ഇങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടാ. അപ്പോൾ ഭയങ്കര ചൂടാണ് അവിടെ. അടിച്ചു വരാനൊന്നും പറ്റില്ല, ഭയങ്കര വെയിലാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ അകത്ത് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഒരാൾ പണി എടുക്കണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വെറുതെ നടക്കുന്നുണ്ട്. വീഡിയോ ഓണാക്കിയോട്ട് നടക്കുന്നത് പണി എടുക്കേണ്ടത് കാണിക്കാൻ വേണ്ടി കണ്ട. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നുണ്ട്. അല്ലാണ്ട് സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. സാധാരണ ഉണ്ടാവാറ് മിക്കപ്പോഴും ചിലപ്പോൾ ജോലിക്ക് പോയ ദിവസങ്ങളായിരിക്കും വീട്ടിലുണ്ടാവില്ല. വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ആ സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുന്നുണ്ടാവും. അതാണ് സാധാരണ പരിപാടി. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാ അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. അപ്പം മരിച്ചിട്ടൊത്തില്ല, ഞാൻ സത്യസന്ധം പറഞ്ഞല്ലേ. അത് സഹായിക്കുന്ന സമയത്തൊക്കെ സഹായിക്കും. പിന്നെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല. എന്നാ എന്ത് ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഇരട്ടിപ്പണി വന്നാല് വെച്ചിട്ട് ഉങ്ങള് കണ്ടാലും ഒന്നും ചെയ്യിപ്പിക്കാറില്ല. പിന്നെ എനിക്ക് അമ്മയ്ക്കും ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. അല്ല പിന്നെ ജ്യൂസ് കൊടുത്തിട്ട് അത് കൊണ്ടുതന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുക എനിക്ക് കുടിക്കാനാണ്. അതല്ല, ഏട്ടൻ തന്നെ കുടിക്കാനുള്ള ജ്യൂസ് കൊടുത്തത്. അത് കഴിഞ്ഞ് എനിക്കൊരു മരുന്ന് എടുത്തന്നു കേട്ടോ. ഞാൻ പറഞ്ഞു നോക്കി മരുന്ന് എടുത്തരാൻ പറഞ്ഞപ്പോൾ മരുന്ന് എടുത്തന്നു. മരുന്നൊക്കെ കുടിച്ചു. ഞാൻ പിന്നെ അടിച്ചാൽ തുടങ്ങി. വേണ്ട ജ്യൂസ് കുടിക്കണണ്ട തന്നെ എനിക്കുള്ളതല്ലായിരുന്നു അത്. ഒരാളുടെ വർക്കാണ് നല്ല രസമാണ്. ഗെയിം കളിക്കാനുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര പ്രായം എന്നുള്ളൊരു ചിന്തയില്ല. എന്താണ് ഏട്ടാ, നന്നായിക്കൂടെ? പിന്നെ ഗെയിം കളിച്ചുണ്ടാക്കല്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. ബാഗിൻ്റെ ഒരു കൊളാബറേഷൻ്റെ വീഡിയോ എടുക്കാനായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനമൊക്കെ എടുത്തു. ആ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കളയാതെ കവറൊക്കെ പിരിച്ചിട്ട് താഴ്ത്തി വരും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളതിന് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് വെച്ചു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും വിശന്നായിരുന്നൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ പുട്ട് കഴിച്ചിട്ട് അധികം നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് പോകാനുള്ള കാരണം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കറി മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു മറന്നു. തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അത്ര ചോറ് വേണ്ടാന്ന് പറയട്ടെ. ഞാൻ അമ്മോട് പറയാം, അമ്മ എടുത്തിട്ടോ എനിക്ക് ചോറ്, എനിക്ക് ഇത്ര വേണ്ട അറിയാം. അപ്പം അമ്മ പറയും ഇതൊക്കെ കഴിക്കും എന്നൊക്കെ പറയട്ടെ. പക്ഷെ എനിക്ക് ഇത്ര കഴിക്കാൻ പറ്റാറില്ല. ഞാൻ രണ്ടാമത്തെ എടുക്കില്ല എന്നുള്ള പേരിൽ അമ്മ എനിക്ക് കുറേ ചോറ് ഇടും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കാറ് നമ്മൾ സർവീസിന് കൊടുത്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂട്ടിയും ബുള്ളറ്റുമൊക്കെയാണ് യാത്ര. അപ്പോൾ വെയിലുണ്ട്, സൺക്രീമൊക്കെ കുറേ വാരി പൊത്തിയിട്ടാണ് പോണത്. ചെറിയൊരു മഴയൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ. പക്ഷെ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ ആ നേരത്ത് പോകുമ്പോ. കണ്ടല്ലേ ഭയങ്കര വെയില. അപ്പൊ ഞങ്ങൾ അമ്മോട് ഒന്ന് വീഡിയോ എടുത്തരാന്ന് ചോദിച്ചാട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തരാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അമ്മോട് വീഡിയോ എടുപ്പിച്ചു. എനിക്ക് പക്ഷെ ഈ വീഡിയോ നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. കൊടുങ്ങല്ലൂർക്ക് കൊറിയർ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് ഏജൻസി പോകാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഇറങ്ങിയതാട്ടാ. പക്ഷെ ഞാനെനിക്ക് വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര പേടിയാണ്. ഫോണ് വീഴുമെന്നുള്ള കാരണം അധികം ഞാൻ അതുകൊണ്ട് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഇപ്പോൾ സാധനമൊക്കെ ഞങ്ങൾ പോയിട്ട് വാങ്ങാറ്. അപ്പോൾ ഞങ്ങൾ അമ്മോട് വിളിച്ചൊക്കെ ചോദിച്ചു എന്തെങ്കിലും വാങ്ങാണ്ടെന്ന്. പക്ഷെ അമ്മ എന്തോ പറയാനുണ്ടോ മറന്നു എന്നൊക്കെ ഒന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അധികം ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ഒക്കെ എടുത്ത് നോക്കൂട്ടെ. അപ്പൊ എന്തോ ഒരു ഫ്രീന്ന് കണ്ടു ബൂസ്റ്റിന്റെ. അപ്പൊ അതെടുത്ത് നോക്കിയതാണ് കേട്ടാ. പിന്നെ ബോൺമീറ്റ് നോക്കി. അപ്പൊ ഞാൻ വാങ്ങിക്കോളാൻ പറയുമ്പോ അത് വേണ്ട പറഞ്ഞ് അവിടെ തന്നെ വെച്ചു. ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും എടുക്കാനില്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും.
മേടിക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല. ആകെ 2-3 സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും 1 മണിക്കൂർ നടക്കും അവിടെ എന്തെങ്കിലും വാങ്ങാണ്ടോ വെച്ചിട്ട്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് ആ സൂപ്പർ മാർക്കറ്റ് അല്ലേ. അത്യാവശ്യം സാധനങ്ങളുണ്ട്. നമ്മള് എന്തെങ്കിലും എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാത്തതില്ല അവിടെ. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വാങ്ങാനുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ കേക്കിന്റെ ഐറ്റംസ് ആയാലും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എവിടേക്ക് നമ്മൾ പോയത്? അഴീക്കോട്. മണക്കൽ ബീച്ച അഴീക്കോടല്ലേ? അപ്പൊ അവിടെ സമ്മർ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടി പോട്ടെ. അപ്പൊ ഇപ്പൊ കാറില്ലാത്ത കാരണം പിന്നെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങള് വരുമ്പോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വന്നത്. അപ്പൊ അതാ ഞങ്ങൾ അമ്മേനും കയറ്റി ഞങ്ങൾ കൂടി പോവാണ്. പക്ഷെ നമ്മളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ കാറിൽ പോകാട്ടൊരു ഇത്തിരി വ്യത്യാസമല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ പോകാൻ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ തോന്നി കാർ മതിയായിരുന്നു. എന്താ കാറാകുമ്പോൾ നമുക്ക് വേറെ എങ്ങനെയെങ്കിലും ഒക്കെ പോകാമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുക, അങ്ങനെ വരിക. പിന്നെ ഞാനും അമ്മയോ എല്ലാവരും കൂടി നടക്കട്ടെ. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 1 മാസത്തോളമായി ഇത് തുടങ്ങിയിട്ട്. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായി. ഇപ്പം ഇന്ന് തീരും, 20-ാം തീയതി തീരും കേട്ടോ. അപ്പോൾ തിരക്കൊന്നുമില്ല അധികം. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. എന്നെ കൂട്ടാതെ ഒരാളിങ്ങനെ ഓടിപ്പോണ്ട്. എന്തിനാണ് അവ ഇത്ര സ്പീഡിൽ പോയിരുന്നേ? എന്റെ മുടിയാണെങ്കിൽ കാറ്റത്ത് ഭയങ്കര പറക്കലാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങളൊരു 80 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഒരു സംഭവത്തിൽ കയറിയിട്ടാ ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത് വെറും നഷ്ടമായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ആകെ 2 ബ്ലാക്ക് കർട്ടൻ മറിച്ചിട്ട് പ്രേതത്തിന്റെ ഗോസ്റ്റിന്റെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉണ്ട്. പിന്നെ 2 പൂച്ചയും പട്ടിയുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വെറും നഷ്ടമായി പോയി. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ടാ. എവിടെ പോയാലും ഉപ്പിലിട്ട് വേണം. എന്റെ കയ്യിലിരിക്കുന്ന പൊതി ഫുള്ള് പകുതി മുക്കാൽ വെച്ച് ഞാൻ തന്നെ തിന്ന് തീർത്തിട്ട് ഇവിടെ. പക്ഷെ ഇവിടെ ആരും കഴിച്ചില്ല. ഞാൻ തന്നെയാണ് കൂടുതൽ കഴിച്ചത്. ഞാൻ ഏട്ടനും മാത്രമേ കഴിച്ചുള്ളൂ. അമ്മയ്ക്ക് പിന്നെ മധുരത്തിനോടാണ് ഇഷ്ടം. പുളി എരിവൊന്നും ഇഷ്ടമില്ല. ഞാൻ കഴിച്ചിട്ട് അമ്മ പറഞ്ഞു ഇത് മതി, ഇനി ഇത് കഴിച്ച വയറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ അമ്മ പിടിച്ചിറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്ഥലത്തിൻ്റെ ഒന്നുകൂടെ എന്തെങ്കിലും പറയുമല്ലോ. ഇത് നമ്മളെ പുഴയും കടലും ഒരുമിക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ ഭയങ്കര ആഴം, അതായത് ഭയങ്കര ഡേഞ്ചർ അവിടെ. അഴിമുഖം. അപ്പൊ അവിടെ കേട്ടാ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. അപ്പൊ ഞാൻ മുന്നേ ബീച്ച് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നടക്കാണ്ട്. അപ്പൊ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കട്ട ഒരു പട്ടീനായിട്ട് പേടിച്ച് നിക്കണതാണ് കാണുന്നത്. അത് ഞങ്ങളങ്ങനെ നടന്നു. കൊറേ നേരമായിരുന്നു. പിന്നെ ഞങ്ങള് കാണാൻ പോയത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ എനിക്ക് ടെൻഷനായി. അവര് വീഴുവോ? നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര ടെൻഷനുള്ള കാര്യം കേട്ടോ. സത്യം പറഞ്ഞ അവനെ സമ്മതിക്കണം, അത് ചെയ്യണം. എന്തൊക്കെയാണ് അവർ ആ ബൈക്കുമ്പോൾ നിന്ന് കാണിക്കണം. കാറിലായാലും ബൈക്കിലും സമ്മതിക്കണം. നമുക്ക് റോട്ടിൽ കൂടെ പോണ ബൈക്കിൽ ഇത്തിരി സ്പീഡ് കൂടി ഞാൻ ഓളിയിടും. ഞാൻ ആദ്യമായിട്ടായോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നി. ശരിക്കും വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇത് ചെറുതാന്ന് പറഞ്ഞ 2 ബൈക്കും 1 കാറായിരുന്നു കേട്ടാ. പക്ഷെ അടിപൊളിയായിരുന്നു. നോക്കി
അങ്ങനെ ഏട്ടൻ എന്നോട് ഓരോ റൈഡിൽ കയറ് ചോദിച്ചിട്ട് ഞാൻ കയറില്ല പറഞ്ഞിട്ട് അവസാനം എന്നോട് ചോദിച്ചു ഇതിലിങ്ങനെ കയറാൻ പറ്റുമത്. പക്ഷെ ഞങ്ങൾ കയറിയില്ല. അത് കഴിഞ്ഞ് കുറച്ചേരം അവിടെ ഇരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.